ഇനി മാത്സ് ആട്ടോ നോക്കാൻ പോകുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ 2025/22 ക്വസ്റ്റ്യൻ പേപ്പറാണ് മാത്സ് പാർട്ടാട്ടോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇനി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നമ്മളാകെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ, ഒരു 10-11 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ തുടക്കം ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളാണ്, നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കൂട്ടത്തിലെ ഒറ്റയാൻ ആര്? കൂട്ടത്തിൽ ഒറ്റയാണ്. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സൊക്കെ തന്നു കഴിഞ്ഞാൽ അതിന് വല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളുണ്ട് നോക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ലാസ്റ്റ് 1 അതുപോലെ തന്നെ 7 അവസാനിക്കുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് നോക്കേണ്ടത്, ഏകദേശം അതിന് വല്ല പാറ്റേണും കാര്യങ്ങളും ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഒറ്റയാനാണ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സിന് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാവരും എന്താണ് പ്രൈമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് ബാക്കി എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സാണ് എന്ന് മനസ്സിലാവും. 91 എന്താ പ്രൈം അല്ല കേട്ടോ, 91 പ്രൈം അല്ല. കാരണം എന്താ, 91ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 70 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ട്? 21 ഉണ്ടല്ലേ 90ലേക്ക്. അപ്പോൾ 21 എന്താണ് 7ൻ്റെ മൾട്ടിപ്പിളാണ്. 7 അതുപോലെ തന്നെ 13, 1 ഇതൊക്കെ എന്താണ് ഈ 91ൻ്റെ ഫാക്ടേഴ്സായിട്ട് പറയാം. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ആരാ? 91 ആണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കൂട്ടത്തിൽ പെടാത്തത് ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കാം. അപ്പോൾ എവിടെയാണ് വിട്ടുപോയത്? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വിട്ടുപോയ സംഖ്യ ഉണ്ട്, 16 ആണ് കേട്ടോ. 16 അല്ല 63 ആട്ടോ, 63 ആട്ടോ കൊടുത്തിരിക്കുന്നത്. 63 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 511 342 215, 63. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കി നോക്കൂ. 125 ആണോ, 124 ആണോ, 123 ആണോ, 127 ആണോ? ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ 511 അല്ലേ, 511ഉം 324 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 215, -63 എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇവർ തമ്മിൽ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല, ഡിഫറൻസ് കിട്ടുന്നില്ല. ഇനിയൊക്കെ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ കൂടി ഇതിങ്ങോട്ട് വരുന്ന ഡിഫറൻസിന് വ്യത്യാസമുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിഫറൻസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ശേഷം 200 നിന്ന് ഒറ്റയടിക്ക് താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് നമ്മളത് വല്ല മൾട്ടിപ്പിൾ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ട് 1 കൂട്ടിയതാണ് 2 കൂട്ടി, ഇവിടെ അതൊന്നും കിട്ടുന്നില്ല. ഇനി വല്ല സ്ക്വയർ ആണോ നോക്കുക, നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളാണോ വരുന്നത് നോക്കുക. ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആണോ ഇത്, അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് ഏതെങ്കിലും ഇതിൻ്റെ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ടോ? അങ്ങനെ നോക്കുന്ന സമയത്ത് സ്ക്വയറുകളുമായിട്ട് ഇത് ബന്ധപ്പെടുന്നില്ല എന്ന് മനസ്സിലാവും. ഓക്കെ, കുറേ വട്ടം നമ്മളിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ പെട്ടെന്ന് കണക്റ്റ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ക്യൂബുമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണ് ക്യൂബുമായിട്ട് ഈ തന്ന നമ്പേഴ്സിന് ബന്ധമുണ്ട്. കാരണം എന്ന് പറഞ്ഞുതരാം, ഒന്ന് നോക്കിയേ, 8ൻ്റെ ക്യൂബ് എത്ര അറിയോ? 8 × 8 × 8 എത്ര അറിയോ? അത് 512 ആണ്. എത്രയാണ്? 512. 8 × 8 × 8 എന്ന് പറഞ്ഞാൽ 512. ഇനി നോക്ക്, ഈ 512ഉം ഇതും തമ്മിലൊരു കണക്ഷൻ ഇല്ലേ? 512ൽ നിന്ന് 1 കുറച്ചാലല്ലേ 511 കിട്ടുക അല്ലേ? പക്ഷേ ഇത് വർക്കാവുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും ചെക്ക് ചെയ്യണം. വീണ്ടും 8 കഴിഞ്ഞിട്ട് 7ൻ്റെ ക്യൂബ് അങ്ങോട്ടാണോ പോകുന്നത് നോക്കണേ. ഇവിടെ 7 എടുക്കാൻ കാരണം എന്താ? നമ്പർ കുറഞ്ഞാൽ വരുന്നത്. എന്താണ് നമ്പർ കുറഞ്ഞാൽ വരുന്നത്? 7ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 325 എന്ന് കിട്ടും അല്ലേ? ഒന്ന് പോയി നോക്ക്, എത്ര കിട്ടുന്നത്? 7ൻ്റെ ക്യൂബ് 3, ഇവിടെ എഴുതാം 343. ഓക്കെ, നമ്മളിവിടെ എഴുതിയതാട്ടോ തെറ്റിപ്പോയത്. ഈ നമ്പർ അങ്ങോട്ടും കൂടി മാറിപ്പോയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 342 ആണ്. ഓക്കെ, നമ്മൾ എടുത്ത് എഴുതിയപ്പോൾ തെറ്റിയതാണ് 342. ഓക്കെ 343 കിട്ടി. 343 എന്ന് പറഞ്ഞാൽ എന്താ? 343. ഇതിൽ നിന്ന് -1 എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുമോ? കിട്ടും. ഓക്കെ, അടുത്തത് ഏതിൻ്റെ ക്യൂബാണ്? അപ്പോൾ 6ൻ്റെ ക്യൂബ്. 6ൻ്റെ ക്യൂബ് എത്ര? 6 × 6 36. 36 × 6. ഓക്കെ, എത്ര? 36 × 6. 36 × 6 എന്ന് വരുമ്പോൾ 216 എന്ന് വരും. 216 എന്ന് വരും. ഈ 216ൽ നിന്ന് -1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 215. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വരുന്നത് 5ൻ്റെ ക്യൂബായിരിക്കും.
ഇനി വരുന്നത് 5ൻ്റെ ക്യൂബായിരിക്കും. 5ൻ്റെ ക്യൂബ് -1. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നോക്കാം. 4ൻ്റെ ക്യൂബാണ് വരേണ്ടത്. 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 64 കുറയ്ക്കണം. 64 കുറയ്ക്കണം 1 എന്ന് പറയുന്നതാണ് 63. 64 കുറയ്ക്കണം 1 എന്ന് പറയുന്നതാണ് 63. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്താ? 5ൻ്റെ ക്യൂബ് എവിടെ 5ൻ്റെ ക്യൂബ് -1 എന്താണ്? 5ൻ്റെ ക്യൂബ് -1. 5ൻ്റെ ക്യൂബ് എത്ര? 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. 125 കുറയ്ക്കണം 1 അതെത്രയാണ്? 124 കേട്ടോ. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനാണ് വരുന്നത്? 125 കുറയ്ക്കണം 1 124 കേട്ടോ വരുന്നത്. ഏതാ? 124 വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളത് നോക്കണ്ട കേട്ടോ. പെൻറ്റഗണെ QB0Q പിന്നെന്താ BDPK എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിന് താഴെ പറയുന്ന എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള പാറ്റേണൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബന്ധം എങ്ങനെയാണ് നോക്കുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അതായത് ഒരു പി കഴിഞ്ഞിട്ട് അടുത്ത നമ്പറാണോ വരുന്നത്, ഈ കഴിഞ്ഞിട്ട് അടുത്ത നമ്പറാണോ വരുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ അത്. കാരണം ഒരേ പീനെ തന്നെ ഇപ്പുറത്ത് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ? 2 നമ്പറായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഞാനൊന്ന് എഴുതി തരാം. ഇവിടെയുള്ള പിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പി കഴിഞ്ഞിട്ട് പീന് ഇവിടെ ക്യൂ ആട്ടോ. പീനിവിടെ ക്യൂ ആണ്. മറ്റൊരു ക്യൂ വേറൊരാൾക്കുണ്ട്. ആർക്കാ? അതാരാ? ടി ആട്ടോ. അതായത് പീനും ടീനും ഇപ്പുറത്ത് ക്യൂ ആണ്. പിക്കും ടിക്കും ഇപ്പുറത്ത് ക്യൂ ആണ്. അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പുറത്തെ സൈഡിലോ അപ്പുറത്തെ സൈഡിലോ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ഉണ്ടോ? അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. ആരാ വരുന്നത്? ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ ബി ആട്ടോ. ഈ ബി ഇവിടെ ആർക്കൊക്കെ വരുന്നത്? ഈൻ്റെ കൂടെയും കണ്ടോ? ഈ ബി ഈൻ്റെ കൂടെയും വരുന്നുണ്ട്, ഈൻ്റെ കൂടെയും വരുന്നുണ്ട്. അതേപോലെ ഈ ബി ആരുടെ കൂടെയും വരുന്നുണ്ട്? എൻ്റെ കൂടെ വരുന്നുണ്ട്. എൻ്റെ കൂടെയും വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ എന്നും ഉണ്ട് കേട്ടോ. അത് ഈ സൈഡിലാണ്. എന്ന് പറയുന്നത് ഈ സൈഡിലാണ്. ഈ 2 N ഇതേപോലെ പെടുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഇത് വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാതും തുടങ്ങുന്നത് ഓപ്ഷൻ കണ്ടോ? എല്ലാ ഓപ്ഷനും തുടങ്ങുന്നത് SB ആണ്. 3 ഓപ്ഷൻ SBD ആണ്. ഒരു ഓപ്ഷൻ മാത്രം SBQ ആണ്. അപ്പോൾ Q ഒരിക്കലും മൂന്നാമത് വരില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാവും. Q ഒരിക്കലും മൂന്നാമത് വരില്ല. കാരണം പീനോ അല്ലെങ്കിൽ ടീനോ ആണ് ക്യൂ കൊടുത്തിട്ടുള്ളത്. പീനോ ടീനോ ആണ് കൊടുത്തത്. അപ്പോൾ എന്നിന് എന്താണല്ല? ക്യൂ അല്ല. ക്യൂ അല്ല. അതുകൊണ്ട് മൂന്നാമത് ക്യൂ വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇത് പല രീതിയിൽ സോൾവ് ചെയ്യാം. ഒരു മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാധ്യത ഈ 3 ഓപ്ഷനാണ്. ഒരേപോലെ നിൽക്കുന്ന 3 ഓപ്ഷൻ. ഈ 3 ഓപ്ഷൻ്റെയും നിങ്ങൾ നോക്ക്. ആദ്യത്തെ 3 എണ്ണം അവസാനത്തെ 3 എണ്ണം സെയിം ആണ്. ആദ്യത്തെ 3 എണ്ണം അവസാന 3 എണ്ണം സെയിം ആണ്. അടുത്തത് എന്ത് വരുന്നതാണ് നോക്കണ്ട. അടുത്തത് എന്ത് വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു RECT ഇതിനാണ് നോക്കേണ്ടത്. റെക്റ്റാങ്കിളാണ് നോക്കേണ്ടത്. അപ്പോൾ RECT എന്നുള്ള സാധനം SBD ആണെന്ന് മനസ്സിലായി. SBD ആണെന്ന് മനസ്സിലായത്. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മതി. GLE എന്ന് പറയുന്നത് HIF എന്ന് മനസ്സിലായി. GLE എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള TAN മാത്രം നോക്കിയാൽ മതി. TAN ഏതാണ്? TAN. ഞാൻ ചോദിക്കട്ടെ, ടീനെന്താ? ടീന് ക്യൂ ആണ്. അപ്പോൾ ക്യൂ വരുന്നത് SBDQ. 2 ഓപ്ഷനായില്ലേ? 2 ഓപ്ഷനായി ചുരുങ്ങിയില്ലേ? SBDQ എന്ന് പറയുന്നത് എയും ബി എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷനാണ്. ഓക്കെ, 2 ഓപ്ഷനാണ്. അടുത്ത നമ്പർ ഇപ്പോൾ ടി കിട്ടി കേട്ടോ. ടി വരെ കിട്ടി. ഇനി അടുത്ത് നോക്കേണ്ടതാ? റെക്റ്റാങ്കിളിലെ ടി വരെ കിട്ടിയത് എ ആട്ടോ. ടി കഴിഞ്ഞിട്ട് എ വരുന്നതാണെങ്കിൽ ബി ആണ്. എ ആണെങ്കിൽ ഏതാണ്? ബി ആണ്. ഓക്കെ, എ ആണെങ്കിൽ ബി ആണ്. എ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ക്യൂ കഴിഞ്ഞിട്ട് എന്ത് വരണം? SBDQ കഴിഞ്ഞിട്ട് ബി വരണം. സി അല്ല. SBD കഴിഞ്ഞിട്ട് ബി വരണതാ. ഇതാട്ടോ നമ്മുടെ ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഇങ്ങനെയും കണ്ടുപിടിക്കുക. ഇതൊരു എളുപ്പ മെത്തേഡാണ് കേട്ടോ. അല്ലാണ്ട് കുറേ നേരം ഇരുന്ന് ആലോചിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ചില സമയത്ത് നോക്കുമ്പോൾ കറക്റ്റ് പാറ്റേൺ കിട്ടുന്നില്ല. കാരണം എന്താ? ഇവിടെയും പി ഉണ്ട് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട്
സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഏതാ വെച്ചാൽ അത് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ 4:35 എന്ന് ക്ലോക്കിൽ മണിക്കൂറിൽ സൂചി, അതായത് ക്ലോക്കിൽ സമയം 4:35 അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, കോണളവ് എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുള്ളൂ. 4:35 എന്ന സമയത്ത് വരുന്ന കോണളവ് എത്രയാണ് എന്നേ സംഭവം ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു സാധനം നമ്മൾ ചെറുപ്പത്തിലുള്ള മുന്നേ ഒരു 7-8 ക്ലാസ്സുകളിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന ടോപ്പിക്കായിരുന്നു, അവിടെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, സിമ്പിൾ ഒരു 2 സമയത്തിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടെത്തിയാൽ പോരെ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക ക്ലോക്കിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോക്കാണ്. ക്ലോക്കിൽ ആംഗിൾ കണ്ടെത്തുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. കാരണം ക്ലോക്കിലൊരു ആംഗിൾ എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് മിനിറ്റ് സൂചിക്ക് അനുസരിച്ച് മണിക്കൂർ സൂചിയും കറങ്ങുന്നുണ്ട്. മിനിറ്റ് സൂചി ഓരോ മിനിറ്റ് സഞ്ചരിക്കുമ്പോഴും മണിക്കൂർ സൂചി എത്ര ഡിഗ്രിയാണ് കറങ്ങുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നും വേണ്ട, നമുക്കിത് ചെയ്യാം കേട്ടോ. ഈ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്കിൽ ജനറലായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു ക്ലോക്ക് അല്ലേ, ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? മൊത്തം ഒരു സർക്കിളിൽ നമ്മൾ എത്ര ഡിഗ്രി ആയിട്ടാണ്? 360 ഡിഗ്രി അല്ലേ, 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മിനിറ്റിൻ്റെ കേസാട്ടോ ആദ്യം എടുക്കുന്നത്. മിനിറ്റിൻ്റെ കേസാണ് എടുക്കുന്നത്. മിനിറ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മിനിറ്റിൻ്റെ കേസാട്ടോ ആദ്യം പറയുന്നത്. മിനിറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കാൻ പോകാം കേട്ടോ. മിനിറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കാൻ പോവാണ്. മിനിറ്റിൻ്റെ കേസിൽ എന്താ പറയാൻ പോകുന്നത്? ഒരു ക്ലോക്കിനകത്ത് ഞാൻ പറയട്ടെ, മൊത്തം 60 മിനിറ്റ്, അതായത് ഇവിടെ 12-ൽ നിന്ന് 12, 6, 3, 9 കേട്ടോ. ഓക്കെ, ഇവിടെ എഴുതാം 12, 6, 3, 9. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 12-ൽ നിന്ന് മിനിറ്റ് സൂചിയാണ്. 12-ൽ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ എത്താൻ എത്ര മിനിറ്റാണ്? മിനിറ്റ് സൂചി 12-ൽ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ എത്രയായി? 1 മണിക്കൂറായി. എത്രയായി? 1 മണിക്കൂറായി. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂർ 1 അവർ എന്ന് പറയുന്നത്, 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? 60 മിനിറ്റാണ്. എത്രയാണ്? 60 മിനിറ്റാണ് കേട്ടോ, 60 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, 360 ഡിഗ്രി 60 മിനിറ്റിൽ പോവുകയാണ്. 60 മിനിറ്റിൽ 360 ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര ഡിഗ്രിയാണ് നീങ്ങാൻ നമുക്ക് കിട്ടില്ലേ? 60/360 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 6 ഡിഗ്രി പെർ മിനിറ്റ്. 6 ഡിഗ്രി പെർ മിനിറ്റാണ്. അതായത് 360 ഡിഗ്രി കറങ്ങുന്നത് 60 മിനിറ്റ് സൂചിൻ്റെ കാര്യം മനസ്സിലാക്കണം കേട്ടോ. 1 മണിക്കൂറിൽ 360 ഡിഗ്രി കറങ്ങി കഴിയും. അപ്പോൾ 60 മിനിറ്റ് കൊണ്ടാണ് 360 ഡിഗ്രി കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത്. 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് മനസ്സിൽ വയ്ക്കാം. അടുത്തത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മണിക്കൂർ സൂചി. എന്താണ്? മണിക്കൂർ സൂചിൻ്റെ കാര്യമാണ് അടുത്ത കാര്യം പറയാൻ പോകുന്നത്. മണിക്കൂർ സൂചിൻ്റെ കാര്യമാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, വീണ്ടും നമ്മുടെ ക്ലോക്ക് ഈ ക്ലോക്കിലേക്ക് വരിക. 12 ഉണ്ട്. 12 കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ തന്നെ 3 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. 4, 5 അവർ. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് എത്ര മണിക്കൂറുണ്ട്? എത്ര മണിക്കൂർ സഞ്ചരിക്കുന്നുണ്ട്? 12 മണിക്കൂർ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 മണിക്കൂറുകൾ സഞ്ചരിക്കുന്നുണ്ടല്ലേ ആഭരണത്തെ സംബന്ധിച്ച്? 12 മണിക്കൂർ. അപ്പോൾ 12 വട്ടമാണ് സഞ്ചരിക്കുന്നത്. എത്ര വട്ടം സഞ്ചരിക്കുന്നത്? 12 തവണയാണ് ആ സൂചി കറങ്ങി വരുന്നത് അല്ലേ? 12 തവണ. 12 വട്ടമാണ് പാസ് ചെയ്യുന്നത്. 12 തവണയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 12 തവണയാണ്. 360 ഡിഗ്രീനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്താ? 12 കൊണ്ടാണ്. എത്രയാണ്? 360നെ 12 ഡിഗ്രി കൊണ്ട് അല്ല 12 അതായത് 12 അവറാണ്, 12 മണിക്കൂറുകളാണ് ഉള്ളത് അല്ലേ? ആണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലോക്കിൽ കേട്ടോ. ഒരു വട്ടം കറങ്ങി വരാനുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. 30 ഡിഗ്രി എന്ത്? പെർ അവറാണ്. എന്താണ്? 30 ഡിഗ്രി പെർ അവറാണ്. 30 ഡിഗ്രി പെർ അവറാണ് എന്നുള്ള കാര്യം കിട്ടും. വീണ്ടും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 30 ഡിഗ്രി പെർ അവറാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മിനിറ്റിൻ്റെ കേസ് എങ്ങനെയാണ്? അതായത് 1 മണിക്കൂറിൽ
മണിക്കൂർ സൂചി 30 ഡിഗ്രിയാണ് പോകുന്നത്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ മണിക്കൂർ സൂചി 30 ഡിഗ്രിയാണ് പോകുന്നത്. എത്രയാണ്? 30 ഡിഗ്രിയാണ് ക്ലോക്കിനെ പോവുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ എത്രയാണ് സഞ്ചരിക്കുന്നത്? മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ എത്രയാണ് സഞ്ചരിക്കുന്നത്? വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. 30 ഡിഗ്രീനെ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 അല്ലേ? 60 മിനിറ്റ് അല്ലേ? ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് അല്ലേ? 30 ഡിഗ്രീനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.5 പെർ മിനിറ്റ്. 0.5 ഡിഗ്രി പെർ മിനിറ്റ്. അപ്പോൾ ഒന്ന് മിനിറ്റ് സൂചീൻ്റെ കേസിലും ഒന്ന് അവറിൻ്റെ കേസിലും. മിനിറ്റ് സൂചീൻ്റെ കേസിൽ 6 ഡിഗ്രി പെർ മിനിറ്റാണ്. മണിക്കൂർ സൂചീൻ്റെ കേസിൽ 0.5 ഡിഗ്രി പെർ മിനിറ്റാണ്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഓക്കെ, ഈ സാധനം അറിയാത്തവർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോയും കൂടി ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ടൈമാണ്. അപ്പോൾ ഏത് ടൈം തന്നാലും നിങ്ങൾ പോകേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു വട്ടം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഏതൊരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ടൈം തന്നാലും നിങ്ങളത് വരച്ച് കണ്ടുപിടിക്കുമ്പോൾ അത് കുറച്ചും കൂടി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഒരു മിനിറ്റിൻ്റെ താഴെ, ഒരു മിനിറ്റൊന്നും വേണ്ട, നമുക്ക് സോൾവ് ചെയ്യാം. 4:30 എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് വരയ്ക്കാം. 4:30 എന്നുള്ളത് ഏകദേശം ഞാനൊന്ന് വരയ്ക്കാൻ പോവാം കേട്ടോ. 4:30 ഇവിടെ 12 ഉണ്ട്, 6, 3, 9 അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നു വേണ്ട. 4 എന്ന് പറയുന്നത് ഇവിടെയാണ്, ഏകദേശം ഇവിടെയൊക്കെ 4 ഇവിടെ കേട്ടോ. 4 എത്ര സമയം എത്ര? 4 എന്താ പറയുന്നത്? 35 കേട്ടോ. 35 എന്ന് പറയുമ്പോൾ 7 വരില്ലേ? 7, 8, 4 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്. ഓക്കെ, 7, 8 കേട്ടോ വരിക. ഓക്കെ, വരയ്ക്കാൻ പോവാം കേട്ടോ. എന്താണ് 4:35. ശരിക്കും നമ്മുടെ ധാരണയിൽ എന്താ വേണ്ടത്? 4:35 എന്ന് പറഞ്ഞാൽ 4ലും 35 ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ആംഗിൾ നമ്മൾ കണ്ടെത്തിയാൽ മതി. ഈ ഒരു ആംഗിൾ കണ്ടെത്തിയാൽ മതി. ഓക്കെ, ക്ലോക്ക് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ? എന്താണ് 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 4:35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്കിൻ്റെ അവർ സൂചി നീങ്ങാൻ തുടങ്ങും. മിനിറ്റ് സൂചി 12ൽ നിന്ന് ഇങ്ങോട്ട് വന്ന പോലെ. ഓക്കെ, അപ്പോൾ ക്ലോക്കിൽ അവർ സൂചി എത്ര കറങ്ങും എന്നുള്ള കാര്യം അറിയണം. അതിനാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. ഓക്കെ, 12ൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് അപ്പോൾ അവർ സൂചി നമുക്കറിയാം. ഇതല്ല എക്സാക്റ്റ്, ഇങ്ങനെയല്ല എക്സാക്റ്റ് വരയ്ക്കുന്നത്. എങ്ങനെയായിരിക്കും? 35 എന്നുള്ളത് കറക്റ്റ് ഇവിടെ തന്നെ ആയിരിക്കുക. ഈ അവർ സൂചിത ഏകദേശം 4ൻ്റെയും 5ൻ്റെയും ഇടയിലായിരിക്കും. സംശയമുണ്ടോ? ഈ സൂചി എന്ന് പറയുന്നത് 4ൻ്റെയും 5ൻ്റെയും ഇടയിലായിരിക്കും. കാരണം 4:30 എന്ന് പറയുമ്പോൾ തന്നെ 4:30 എന്ന് പറയുമ്പോൾ തന്നെ ഈ 4ൽ നിന്ന് 5ൻ്റെ ഇടയിലായിരിക്കും. 4:35 എന്ന് വരുമ്പോൾ വീണ്ടും അവർ സൂചി എന്തായിരിക്കും? വീണ്ടും തിരിയും. ഓക്കെ, വീണ്ടും തിരിയും. അപ്പോൾ രണ്ടാമതൊരു ഫിഗറും കൂടി വരയ്ക്കാം. ഓക്കെ, ഇതേ ഫിഗർ തന്നെ നമുക്ക് ഒന്നുകൂടി വരയ്ക്കാം, എക്സാക്റ്റ് ആയിട്ടുള്ള കേട്ടോ. കോപ്പി ചെയ്തു. ഓക്കെ, പേസ്റ്റ് ഒന്ന് ചെറുതാക്കട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ട് നമ്മുടെ രണ്ടാമത് വരച്ചിട്ടോ. ഇവിടെ നോക്കണേ. ഇതിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇതൊന്ന് മാറ്റി വരയ്ക്കാം കേട്ടോ. ഓക്കെ, അത് പോയി. വെയിറ്റ്. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കാൻ പോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം 4ൻ്റെയും 5ൻ്റെയും ഇടയിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എത്ര ഡിഗ്രി കണ്ടെത്തിയാൽ മതി? ഈ ഒരു അളവ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ക്ലോക്ക് ഒറിജിനൽ. ഇതാണ് ക്ലോക്കിൻ്റെ കേസിൽ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒറിജിനൽ നമുക്ക് ഈ ഒരു ഡിഗ്രി തന്നെ കണ്ടെടുത്താനുള്ളത്. ക്ലോക്കിൻ്റെ കേസിൽ ക്ലോക്കിൻ്റെ സൂചി നീങ്ങുന്നത് ഈ ഒരു രീതിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ 4:30 ആവുന്ന സമയത്ത് 35 ആവുന്ന സമയത്ത് എത്രയായിരിക്കും നമ്മുടെ ക്ലോക്കിലെ ഡിഗ്രി? ഓപ്ഷൻ 73 ഡിഗ്രി ഉണ്ട്, അതുപോലെ തന്നെ 72.5 ഡിഗ്രി ഉണ്ട്, 44 ഡിഗ്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ഒരു കേസിൽ നോർമൽ എത്ര ആംഗിളാണ് ഉണ്ടാവേണ്ടത്? എത്ര ഡിഗ്രി ആംഗിളാണ് ഉണ്ടാവേണ്ടത്? നിങ്ങൾ നോക്കിക്കോ. 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ് ഉണ്ട് അല്ലേ?
5ൻ്റെ 6ൻ്റെ ഇടയിൽ വീണ്ടും ഒരു 5 മിനിറ്റ് ഉണ്ട്, 6ൻ്റെ 7ൻ്റെ ഇടയിൽ 7 മിനിറ്റ്, മൊത്തം എത്ര ഉണ്ട്? 5 5 5 15 മിനിറ്റ് ഉണ്ട് 4ൽ നിന്ന് 7ലേക്ക്. ഓക്കെ, 4ൽ നിന്ന് 7ലേക്ക് ഡൗട്ട് ഉണ്ടോ? 15 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 4ൽ നിന്ന് 7ലേക്ക് 5 മിനിറ്റ്, വീണ്ടും ഒരു 5 മിനിറ്റ്, വീണ്ടും ഒരു 5 മിനിറ്റ്. മിനിറ്റ് സൂചന കേസിൽ 5 മിനിറ്റ് കൂട്ടിയിട്ട് മൊത്തം എത്ര ഉണ്ട്? 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റിനെ മിനിറ്റിൻ്റെ കേസ് എടുക്കുക. മിനിറ്റിൻ്റെ കേസ് ഇതാട്ടോ. മിനിറ്റ് സൂചി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മിനിറ്റിൻ്റെ കേസ് ഇതാണ്. മിനിറ്റിൻ്റെ കേസ് ഇതാണ്. ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ 15 മിനിറ്റ് ഇൻറ്റു 6, 15 മിനിറ്റ് ഇൻറ്റു 6 എത്ര കിട്ടുക? 10 6 60, 6 5 30, 90 എന്ന് കിട്ടും. 90 ഡിഗ്രി. അതായത് ഒറിജിനൽ കേസിൽ 90 ഡിഗ്രിയാണ് വരേണ്ടത്. പക്ഷേ ക്ലോക്കാണിത്. ഓക്കെ, ചലിക്കുന്ന ക്ലോക്കാട്ടോ. ക്ലോക്ക് ആയതുകൊണ്ട് ആ ഡിഗ്രി എന്തായിരിക്കും? കുറയാണ് കൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണുള്ളത്. ഈ ഒരു സാധനത്തിന് മാറ്റില്ല. ഈ ഡിഗ്രി, ഈ ഒരു അവർ സൂചി കുറച്ചും കൂടി ഇങ്ങോട്ടല്ലേ വരിക? കുറച്ചും കൂടി ഇങ്ങോട്ട് വരും. നമ്മൾ ഈ രണ്ടാമത് വരച്ച ഈ ഒരു ചിത്രം അല്ലേ? ഈ ഒരു ചിത്രം കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. ഇവിടെ ഉണ്ടായിരുന്ന സൂചി കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്നു. അതായത് ഈ ആംഗിൾ കുറഞ്ഞു. എന്ത് ചെയ്തു? ആംഗിൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആംഗിൾ കുറയാണ് ചെയ്യുക. എത്ര കുറയും? അതിനാണ് ഇത് നമ്മൾ നോക്കേണ്ടത്. അതിന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 12ൽ നിന്ന് മിനിറ്റ് സൂചി എത്ര പോയി നോക്കിയാൽ മതി. 12ൽ നിന്ന് മിനിറ്റ് സൂചി എത്ര വന്നു? 12ൽ നിന്ന് മിനിറ്റ് സൂചി ഇവിടെ എത്തി അല്ലേ? 12ൽ നിന്ന് മിനിറ്റ് സൂചി ഇവിടെ എത്തിയത് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഇയാൾ 4ൽ നിന്ന് നീങ്ങിയിട്ടുണ്ടാവുക. മനസ്സിലായോ? 12ൽ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് 4ലല്ലേ ഉണ്ടാവുക. 12 നിൽക്കുന്ന സമയത്ത് കറക്റ്റ് 4 മണി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ ഉണ്ടാവുക. ഇനി ഞാൻ ചോദിക്കട്ടെ, 12ൽ നിന്ന് ഇയാൾ എത്ര മിനിറ്റ് സഞ്ചരിച്ചു? 35 മിനിറ്റാണ് സഞ്ചരിച്ചത് അല്ലേ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 35 മിനിറ്റാണ് സഞ്ചരിച്ചത്. 35 മിനിറ്റ് സഞ്ചരിച്ചപ്പോൾ എത്ര നമ്മുടെ അവർ സൂചി നീങ്ങി? അപ്പോൾ രണ്ടാമത് അവറിൻ്റെ കേസിലാണ് എടുക്കുന്നത്, അവർ സൂചിൻ്റെ കേസിലാണ് എടുക്കുന്നത്. അപ്പോൾ 35 മിനിറ്റ് എന്താണ് പറഞ്ഞത്? 35 മിനിറ്റ് ഇൻറ്റു അവറിൻ്റെ കേസിൽ പെർ മിനിറ്റിൽ എത്ര? 0.5 ഡിഗ്രിയാണ് പോകാമെന്ന് മനസ്സിലായി. 0.5 ഡിഗ്രിയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എഴുതാം. എത്ര? 35 മിനിറ്റ് ഇൻറ്റു 6 ഡിഗ്രി കേട്ടോ. 0.5 ഡിഗ്രി എത്ര കിട്ടും? 35ൻ്റെ പകുതി എത്രയാണ്? 17.5 ഡിഗ്രി അല്ലേ? 17.5 ഡിഗ്രി എന്ന് കിട്ടും. ഇത്രയും ഡിഗ്രി എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്തുകൊണ്ട്? കുറയ്ക്കട്ടോ വേണ്ടത്. 90 ഡിഗ്രിയിൽ നിന്നും 17.5 ഡിഗ്രി കുറച്ച് എത്രയായിരിക്കും? അതെ, എത്രയാണ്? 72.5 അല്ലേ? 72.5 ഡിഗ്രി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നിങ്ങൾ അറിയേണ്ടത്. ഇത്രയും മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് ക്ലോക്കിൻ്റെ കേസിൽ, ഈ ഒരു മാത്സാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ഡിഗ്രിയാണ് പെർ മിനിറ്റിൻ്റെ കേസിലും പെർ അവറിൻ്റെ കേസിലും ഓടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇനി ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ കാണാം കേട്ടോ. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയില്ല, മൊത്തം 12ൽ നിന്ന് മൊത്തം വലിയ ഡിഗ്രി എടുത്ത് അതിൽ നിന്ന് കുറയ്ക്കുന്ന രീതിയൊക്കെ ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു കാര്യം 6 ഡിഗ്രി പെർ മിനിറ്റും 0.5 ഡിഗ്രി പെർ മിനിറ്റ്. ഏത്? അവർ സൂചി 0.5 ഡിഗ്രി പെർ മിനിറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാട്ടോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഒന്ന് ഞാൻ എഴുതി തരാം, ഒറ്റ സെക്കൻഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റാക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചോദ്യം. ഒരു ഒറ്റ സെക്കൻഡ്, ഒരു ഈക്വൽ ടു കൂടി ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിൻറ്റിങ്ങിലൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ, കോപ്പി ചെയ്ത സമയത്ത്. ഓക്കെ, ഇതാട്ടോ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, വിട്ടുപോയ ചിഹ്നങ്ങൾ ചേർക്കുക. അപ്പോൾ ഇവിടെ ഓരോ ഒഴിവുണ്ടല്ലേ, സ്പേസ് ഉണ്ട്. ഈ ഓരോ സ്പേസിലും ഓരോ സിമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ ചേർത്ത് എങ്ങനെ എഴുതുമ്പോഴാണ് 65 കിട്ടുക എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ മൈനസ് ആണ്, ആദ്യം പ്ലസ് ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചിഹ്നങ്ങൾ ചേർക്കേണ്ടത്. ഓക്കെ, 4 ഒഴിവുകളുണ്ട്, 4 സ്ഥലത്തേക്ക് 4 ചിഹ്നങ്ങളുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യുക? നമ്മൾ ബോർഡ് മാസ് അറിയണം.
അല്ലേ? മൂഡ് മാസമുള്ള റൂൾ അറിയണം. ആദ്യം ഡിവിഷൻ ആട്ടോ ഇമ്പോർട്ടൻറ്റ്. ബ്രാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ആദ്യം ഡിവിഷൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡിവിഷൻ വരുന്ന കേസ് മാത്രം നിങ്ങൾ നോക്ക്. സിമ്പിളായ രീതിയിൽ ഇതെങ്ങനെ ഓപ്ഷൻ വെച്ചിട്ട് തന്നെ എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളത് നോക്കുന്നത്. ഡിവിഷൻ വരുന്ന കേസിൽ ഈ ഒരു പൊസിഷൻ എ എന്ന് പറയുന്നത് ഡിവിഷൻ ലാസ്റ്റിലേക്ക്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഡിവിഷൻ വന്നാൽ എന്താ സംഭവിക്കുക? 4/9 അതൊരു പോയിൻ്റുള്ള നമ്പറിലേക്ക് പോകില്ല, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷനിലേക്ക് പോകില്ലേ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കി ഇത്രയും സാധനം പിന്നെ ഒരു ഇൻറ്റു ചെയ്യാനുള്ളത്, പിന്നെ കൂട്ടും കുറയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തുമോ? ഡിവിഷൻ വരുമ്പോൾ ഒരു ഫ്രാക്ഷൻ കിട്ടുന്ന സമയത്ത് ഇല്ല, എത്തില്ല. ഇനി തുടക്കം ഡിവിഷൻ വന്നു അല്ലേ? ബിയിൽ തുടക്കം ഡിവിഷൻ വന്നു 9/8 അല്ലേ? തുടക്കം ഡിവിഷൻ വന്നാൽ ഇവിടെ അങ്ങനെയല്ലേ വരിക? 9/8. വീണ്ടും അതൊരു എന്താ വരിക? ഒരു ഫ്രാക്ഷനിലേക്കാണ് പോവുക അല്ലേ? അതങ്ങനെയാണ് വരുന്നത്. വീണ്ടും ഓപ്ഷൻ സിയും എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചില കേസിൽ എക്സെപ്ഷൻ ഉണ്ടാവും കേട്ടോ. ചില കേസിൽ ചിലപ്പോൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നോക്കണം. ഈ ഒരു കേസിൽ അതിൻ്റെ പ്രശ്നമില്ല. ഇനി നോക്ക് ഇവിടെ ഓപ്ഷൻ ഡിയിൽ എവിടെയാണ് മൂന്നാമതായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഡിവിഷൻ വന്നിട്ടുള്ളത്. മൂന്നാമത് ഡിവിഷൻ ഇട്ടോ. നമുക്ക് മൂന്നാമത് പറയുമ്പോൾ ഈ ഓപ്ഷൻ ഉണ്ടാവും 8/4. അത് നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. എത്രയാണ്? 2 ആണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നോക്കി ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്യുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരിയാണെങ്കിൽ ആ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മെത്തേഡ് സ്ട്രാറ്റജി മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഓപ്ഷൻ ഡി വെച്ചിട്ട് നമുക്ക് ഫോളോ ചെയ്താൽ ഡി വെച്ച് നോക്കാം. 9/8 പിന്നെന്താ +8/4 -9 ഈക്വൽ ടു നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ പാർട്ടാണ് ചെയ്യേണ്ടത്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ടാട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 9/8 എത്രയാണ്? 72 ആട്ടോ. 72 ആണ്. എത്രയാണ്? 72. നമുക്ക് എഴുതാം 72 പ്ലസ് ഇവിടെ എന്താ 2 വരും മൈനസ് എന്താണ് 9 വരും. അപ്പോൾ 72 ഇത് കുറയ്ക്കുക. 72 എത്ര കുറയ്ക്കണം? 72 9 2 7 കുറയ്ക്കണം അല്ലേ? 72 കുറയ്ക്കണം 72 കുറയ്ക്കണം. എത്രയാണ് കുറയ്ക്കേണ്ടത്? 7 കുറയ്ക്കേണ്ടത്. 70 7 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 2 70, ബാക്കി ഒരു 5 അപ്പോൾ 65 കേട്ടോ. കറക്റ്റാണ്. എന്താണ്? കറക്റ്റാണ് കേട്ടോ. ഈ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ശരിയാണോ? ഹാപ്പിയാണോ? അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ലെങ്ത്ത് കൂടിയതുകൊണ്ടാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്